ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. രാജ്മോഹൻ ഗാന്ധിക്ക് ഓഗസ്റ്റ് 7 90 വയസ്സായി. 90ാം പിറന്നാളിന് രാജ്മോഹൻ ഗാന്ധിയുടെ അനിയൻ ഗോപാലകൃഷ്ണ ഗാന്ധി ചേട്ടന് ആദരമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കുറിപ്പ് VR1 ഫാമിലി എന്ന വെബ് മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയാണ് രാജ്മോഹൻ ഗാന്ധിക്ക് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ആദരസൂചകമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആദ്യ ഭാഗത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാജ്മോഹൻ ഗാന്ധിക്ക് 90 വയസ്സ് തികയുമ്പോൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അദ്ദേഹത്തിൻ്റെ അനിയൻ ഗോപാലകൃഷ്ണ ഗാന്ധി പിറന്നാളുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു ചെറിയ കുറിപ്പും അതിന് അനുബന്ധമായി അദ്ദേഹം തന്നെ ചേർത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ലേഖനവുമാണ് പോഡ്കാസ്റ്റ് രൂപത്തിൽ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് എല്ലാം തന്നെ ഗോപാലകൃഷ്ണ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ രാജ്മോഹൻ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്. ഞാനേറെ ബഹുമാനിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ രാജ്മോഹൻ ഗാന്ധി 11 വർഷങ്ങൾക്ക് മുൻപേ ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ നിന്ന് മത്സരിച്ചിരുന്നു. ഇന്ത്യയിലെ ലോക്സഭ എന്നാൽ അമേരിക്കൻ ഐക്യനാടുകളിലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിന് ജനപ്രതിനിധി സഭയ്ക്ക് തുല്യമാണ്. അന്ന് അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. തീക്ഷ്ണതയുണ്ടായിരുന്നു അദ്ദേഹത്തിൽ. അന്ന് രാജ്മോഹൻ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ താൻ ജയിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. താനും അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ സത്യം ഉറക്കെ പറയാമെന്നു മാത്രമല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്, കഠിനമായ സത്യങ്ങൾ വിളിച്ചു പറയാമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. വെറുപ്പിനെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും സംസാരിക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വിദ്വേഷത്തെക്കുറിച്ചും പകയെക്കുറിച്ചും സംസാരിക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ശരിയാണ്, അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനു മുൻപും ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിന് സമാനമായ രാജ്യസഭയിലായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതേവരെ പറയപ്പെട്ട വാക്കുകളെ അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞ വാക്കുകൾ കൂടുതൽ അഭിമാനകരമാക്കിയിട്ടുണ്ട് താനും. എന്നാൽ 2014 അദ്ദേഹം ഇന്ത്യൻ തലസ്ഥാനത്തു നിന്നും പുതിയ രാഷ്ട്രീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ആം ആദ്മി പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു അന്ന്. ആത്മാർത്ഥതയുടെയും ധൈര്യത്തിൻ്റെയും ഭാഷയായിരുന്നു അത്. ആ അവസരം അതിനാൽ വളരെ സവിശേഷമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി തൂത്തുവാരി വൻ വിജയം നേടി. അങ്ങനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നു. രാജ്മോഹൻ തോറ്റുപോയി. ഭാരതീയ ജനതാ പാർട്ടിയെ രാജ്യത്ത് എതിർത്തു മത്സരിച്ച 100 കണക്കിന് ആളുകൾ തോറ്റതുപോലെ അദ്ദേഹവും തോറ്റുപോയി. ആ തോൽവി രാജ്മോഹനെ ഞെട്ടിച്ചു എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തെക്കാൾ കൂടുതൽ സൂക്ഷ്മബുദ്ധിയായ ഭാര്യ ഉഷ അത്ര കണ്ട് അത്ഭുതപ്പെട്ടതുമില്ല ആ പരാജയത്തിൽ. ആ തോൽവിയിൽ രാജ്മോഹൻ നിരാശാഭരിതനായോ? ശരിയാണ്, നിരാശ അദ്ദേഹത്തിനുണ്ടായി, ഉഷയ്ക്കും ഉണ്ടായി. തോറ്റുപോയതിൽ അദ്ദേഹത്തിന് മുറിവേറ്റിരുന്നോ? മുറിവേറ്റതുപോലെ തോന്നിയിരുന്നോ? കൈപ്പേറിയതായിരുന്നോ അദ്ദേഹത്തിന് ആ അനുഭവം? അങ്ങനെയൊക്കെ രാജ്മോഹന് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ രാജ്മോഹൻ നമ്മൾ കരുതുന്ന രാജ്മോഹൻ അല്ലല്ലോ. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ നരച്ച തലമുടി കാറ്റിലൊന്ന് ഉലഞ്ഞതുപോലെ മാത്രമേ അദ്ദേഹത്തിന് ആ അനുഭവപ്പെട്ടുള്ളൂ. അത്രമാത്രം. സ്വയം മുറിവുണക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിൽ വിശ്വാസമുള്ളയാളാണ് രാജ്മോഹൻ. ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കടുത്ത മാത്സര്യത്തിൻ്റെ ചൂടിൽ നിന്നും ചെളിയിൽ നിന്നും ഉഷയും പുറത്തു വന്നു. രാജ്മോഹൻ്റെ ഉറച്ച ജീവിത പങ്കാളിയായി. ഒരു തരിമ്പ് പോലും ആത്മനിന്ദയോ സങ്കടമോ ഒരു നിമിഷത്തെ ദുഃഖം പോലുമോ ഇല്ലാതെ. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് ഞാൻ എഴുതിയിരുന്നു ഒരു ഇളയ സഹോദരൻ്റെ ആദരമായി ഒരു കുറിപ്പ്. അത് ഞാനിവിടെ ഒന്നുകൂടി പങ്കുവയ്ക്കുകയാണ്. ഈ 90-ാം പിറന്നാളിൽ ആ ലേഖനം ഒന്നുകൂടി പങ്കുവയ്ക്കുകയാണ്. അന്നുണ്ടായിരുന്ന അതേ ആവേശത്തോടെ അതേ ജീവനോടുകൂടി ഞാനത് പങ്കുവയ്ക്കുകയാണ്. ഒരാളുടെ കാലിൽ തൊട്ട് പ്രണമിക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമാണ്. ഒരാളുടെ കാലിൽ തൊട്ട് പ്രണമിക്കുമ്പോൾ തൊഴുതു നിൽക്കുന്നയാളിനെയാണ് അത് ശുദ്ധീകരിക്കുന്നത്. എൻ്റെ സഹോദരൻ രാജ്മോഹൻ ഗാന്ധി 2014 ഏപ്രിൽ 6-ാം തീയതി ഗോപാൽകൃഷ്ണ ഗാന്ധി പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇത്. എനിക്ക് എന്നും അദ്ദേഹത്തോട് ഭയഭക്തി ബഹുമാനങ്ങളാണ്. എന്നേക്കാൾ ഒരു ദശകത്തിന് മുതിർന്നയാളാണ് രാജ്മോഹൻ. അദ്ദേഹത്തിന് അത്രയും ഉയരവുമുണ്ട്. 6 അടിയിൽ അല്പം കൂടുതൽ പൊക്കമുള്ളയാളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ 6 അടിയിൽ തെല്ലുതാഴെ പൊക്കമുള്ള ഒരാൾ പെട്ടെന്ന് കുള്ളനായി മാറും. എപ്പോഴും തല ഉയർത്തി നോക്കണം. അദ്ദേഹം പറയുന്നത് കേൾക്കണമെങ്കിൽ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയണമെങ്കിലും തല ഉയർത്തി അദ്ദേഹത്തെ നോക്കണം. അദ്ദേഹം ഇപ്പോഴും എപ്പോഴും ഒരു ഉയരത്തിലാണ്. തൻ്റെ ചുറ്റുപാടുകളേക്കാൾ തനിക്ക് ലഭിച്ച അവസരങ്ങളേക്കാൾ എപ്പോഴും വലുതായിരിക്കുവാൻ നിയുക്തനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽക്കേ. ആ വാചകം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. തൻ്റെ ചുറ്റുപാടുകളേക്കാൾ തനിക്ക് ലഭിച്ച അവസരങ്ങളേക്കാൾ എപ്പോഴും വലുതായിരിക്കുവാൻ നിയുക്തനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽക്കേ. ഞങ്ങളുടെ മുത്തച്ഛൻ ചക്രവർത്തി രാജഗോപാലാചാരി അദ്ദേഹത്തെ, രാജ്മോഹനെ, ജന്മനാ നേതാവായ ഒരാൾ എന്നാണ് കരുതിയിരുന്നത്. രാജാജി ഒരിക്കൽ പറഞ്ഞു, ബോംബെയിൽ ഒരു പൊതുയോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജിയോട് രാജാജി പറഞ്ഞു തൻ്റെ ചെറുമകന് രാജ്മോഹൻ എന്ന് പേരിട്ടു എന്ന്. അപ്പോൾ ഗാന്ധിജി പരാതിപ്പെട്ടു അത്രേ. രാജാജിയിലെ രാജ് എന്ന ശബ്ദവും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിലെ മോഹൻ എന്ന ശബ്ദവും എടുത്തിട്ട് എൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ താൻ രാജ് എന്ന് വെച്ചു അല്ലേ എന്ന്. അപ്പോൾ രാജാജി മറുപടി പറഞ്ഞത്രേ, ബാപ്പു അങ്ങനെയല്ല, അവൻ്റെ പേര് എപ്പോഴും താങ്കളുടേതാണ്, മോഹൻ എന്നാണ്. രാജ് എന്നത് ഒരു വിശേഷണ ശബ്ദം മാത്രമാണ്. കുടുംബത്തിൽ മോഹൻ അങ്ങനെ തന്നെ ആയിരുന്നു. പേരിലെ അധികാര സൂചക ശബ്ദമായ രാജ്, അധികാരം, എപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് അകന്നു നടന്നു. അതിന് അദ്ദേഹത്തെ മാത്രമേ നമുക്ക് പഴി പറയാനുമാകൂ. 1957 മാരകമായ ഹൃദയാഘാതത്തെ തുടർന്ന് ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു, ദേവദാസ് ഗാന്ധി. അന്ന് മോഹന് പ്രായം 22 എഡിൻബർഗിൽ ദ സ്കോട്ട്സ്മാൻ സ്കോളർഷിപ്പ് പൂർത്തിയാക്കി ഫ്രാങ്ക് ബുച്ച്മാൻ്റെ മോറൽ റീ ആർമമെൻറ്റ് മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കുകയായിരുന്നു രാജ്മോഹൻ. അന്ന് ഘനശ്യാം ദാസ് ബിർള അദ്ദേഹത്തോട് ഹിന്ദുസ്ഥാൻ ടൈംസിലെ സീനിയർ എഡിറ്റോറിയൽ സ്റ്റാഫിൽ ചേരാനായി അഭ്യർത്ഥിച്ചിരുന്നു. അധികം വൈകാതെ തന്നെ അച്ഛൻ അലങ്കരിച്ചിരുന്ന പദവി അദ്ദേഹത്തിന് തന്നെ കരഗതമാകുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു സത്യത്തിൽ ഘനശ്യാം ദാസ് ബിർളയുടെ മനസ്സിലുണ്ടായിരുന്നതും. എന്നാൽ രാജ്മോഹൻ അത് ചെയ്തില്ല. പൂപ്പൽ പിടിച്ച ധാർമ്മികതയെ വൃത്തിയാക്കുക എന്നതിനായിരുന്നു അദ്ദേഹത്തിന് മുൻഗണന. അടുത്തൊരു ദശാബ്ദക്കാലം മോഹൻ ലോകം ചുറ്റി സഞ്ചരിച്ചു. മോറൽ റീ ആർമമെൻറ്റ് മൂവ്മെൻറ്റിന് ആഗോളതലത്തിൽ ഉയർന്ന സ്ഥാനം ലഭിച്ചതിനുള്ള കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക മൂർച്ചയും പ്രചോദനാത്മകമായ സത്യസന്ധതയുമായിരുന്നു. അവയില്ലായിരുന്നുവെങ്കിൽ അത് സാധ്യമേ ആവുകയില്ലായിരുന്നു.
1967 പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ പലരും മോഹനെ പ്രേരിപ്പിച്ചു. 1962 സ്വതന്ത്ര പാർട്ടി അത്ര വലിയ ശക്തിയൊന്നും ആയിരുന്നില്ലെങ്കിൽ തന്നെയും കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ശക്തിയായിരുന്നു. രാജ്മോഹൻ മത്സരിക്കുമെന്ന പ്രതീക്ഷയിൽ രാജാജി ആവേശഭരിതനുമായിരുന്നു. സൗരാഷ്ട്രയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും പിന്തുണയ്ക്കാം എന്ന നിലപാടിലായിരുന്നു സ്വതന്ത്ര പാർട്ടി. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ നിശ്ചയമായും ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിർണായകമായ ഇന്ദിരാഗാന്ധി വർഷങ്ങളിൽ അദ്ദേഹം ലോക്സഭയിലെ സജീവ ശബ്ദമാകുകയും വമ്പിച്ച ആകർഷണീയതയുള്ള ഒരു ബദൽ നേതൃത്വം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുവാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. എഴുതിയ വാക്കുകളും പറഞ്ഞ വാക്കുകളുമായിരുന്നു എന്നും രാജ്മോഹൻ്റെ ശക്തി. ഇന്നും അങ്ങനെ തന്നെ തുടരുകയാണ്. 1960കളുടെ മധ്യത്തിൽ ബോംബെയിൽ റൂസി എം ലാലായുമായി ചേർന്ന് മോഹൻ ഹിമ്മത്ത് എന്ന ധീരമായ വാരിക ആരംഭിച്ചിരുന്നു. ഇന്ത്യൻ പ്രശ്നങ്ങളുമായി അത് ആഴത്തിൽ ഇടപെട്ടു. വാരിക വ്യാപകമായി വായിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു. കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഹിമ്മത്ത് വലിയ ധൈര്യം കാണിച്ചിരുന്നു. വളരെ ഉയർന്ന നിലവാരമുള്ള രചനകളായിരുന്നു അതിൽ വന്നിരുന്നത്. സമൂഹത്തോടും വ്യക്തികളോടും അത് ഉയർന്ന ജാഗ്രത ആവശ്യപ്പെട്ടു. അദ്ദേഹവും ഹിമ്മത്തും അടിയന്തരാവസ്ഥയെ വെറുത്തു. 1975 ഒക്ടോബർ 2 അദ്ദേഹത്തെയും ഞങ്ങളുടെ മറ്റൊരു സഹോദരനായ ദാർശനികൻ രാമചന്ദ്ര ഗാന്ധിയെയും രാജ്ഘട്ടിലെ പ്രാർത്ഥനാവേളയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം അവർ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെയും രാജാജിയുടെയും പേരക്കുട്ടികൾ ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്നത് ലോകശ്രദ്ധ നേടുമെന്ന് ഭയന്ന് ഇന്ദിരാഗാന്ധി മണിക്കൂറുകൾക്കുള്ളിൽ അവരെ വിട്ടയക്കുകയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലഘട്ടം രാജ്മോഹനെ മുഖ്യധാര ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ലിബറൽ ഡെമോക്രാറ്റ് ആയിട്ടാണ്. ഹിന്ദു മുസ്ലിം സൗഹൃദത്തോടും പൊതുജീവിതത്തിലെ സത്യസന്ധതയോടും പൗരസ്വാതന്ത്ര്യത്തോടുമുള്ള അഭിനിവേശമായിരുന്നു ആ രാഷ്ട്രീയത്തിൻ്റെ മുതൽക്കൂട്ട്. 1989 ബോഫേഴ്സ് അഴിമതിക്ക് ശേഷമുള്ള ഘട്ടത്തിൽ അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിക്കുവാൻ വിശ്വനാഥ് പ്രതാപ് സിംഗ് രാജ്മോഹനെ അന്വേഷിച്ചു. അപ്പോൾ ഡൽഹിയിലെ തീൻമൂർത്തി ലൈബ്രറിയിലെ ആർക്കൈവ്സിൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രാജ്മോഹൻ ഗാന്ധി. മോഹനെ തേടി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി വണ്ടി ഓടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. കുറേ ആലോചിച്ചതിന് ശേഷം മോഹൻ സമ്മതം മൂളി. അങ്ങനെ രാജ്യത്തിന് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായി അത് മാറി. നിലവിലുള്ള പ്രധാനമന്ത്രിയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമായിരുന്നില്ല. എന്നാൽ രാജ്മോഹൻ്റെ രംഗപ്രവേശം രാജീവിൽ പരിഭ്രാന്തിയുണ്ടാക്കി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് രാജീവിൻ്റെ അനുമതിയോടെ അമേഠിയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന് തന്നെയാണ്. മോഹൻ തോറ്റു. പക്ഷേ ആ തോൽവി ദയനീയമൊന്നുമായിരുന്നില്ല. എന്നാൽ അമേഠിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന പേരിലുണ്ടായ ദേശീയ പ്രതിഷേധം തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെതിരെ ജനങ്ങൾ തിരിയുന്നതിന് കാരണമായി. നന്ദിയുള്ള വി.പി. സിംഗ് മോഹനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു. ഒരു ക്യാബിനറ്റ് റീഷഫിൾ സമയത്ത് അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കുവാൻ ഒരുങ്ങുന്ന വേളയിലാണ് വി.പി. സിംഗ് മന്ത്രിസഭ വീണത്. രാഷ്ട്രീയ രംഗത്തുള്ള മോഹൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ നഷ്ടം സത്യത്തിൽ നികത്തപ്പെട്ടത് ചരിത്ര രചനയുടെ രംഗത്താണ്. അനുരഞ്ജനമില്ലാത്ത സത്യസന്ധമായ ആ പേനയിൽ ഗാന്ധിയുടെയും രാജാജിയുടെയും പട്ടേലിൻ്റെയും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെയും ജീവിത കഥകൾ ഉണർന്നു. ഓരോ പുസ്തകവും ഏറ്റവും നല്ലത് എന്ന് വാഴ്ത്തപ്പെട്ടു. ഞാൻ എൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് ഈ എഴുതിയത് കേൾക്കുന്നവരിൽ ആരെങ്കിലും രാജ്മോഹൻ ഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് ദ ഗുഡ് ബോട്ട്മാൻ എന്ന പുസ്തകത്തിൽ എഴുതിയ വിവരണം വായിച്ചിട്ടില്ല എങ്കിൽ അത് വായിക്കണമെന്ന് ഞാനിപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും വികാരനിർഭരവും വ്യക്തതയുള്ളതുമായ വിവരണം മറ്റെവിടെയും കിട്ടാനില്ല. ഞാനിത് പറയുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നാം. എന്നാൽ ആ വിവരണത്തിൽ മഹാത്മാ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഈ ഉപഭൂഖണ്ഡത്തിലെ 8 മുസ്ലിം നേതാക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ പുസ്തകം മറ്റേതൊരു പുസ്തകത്തെക്കാളും ഇന്ത്യയുടെ ഇസ്ലാമിക പൈതൃകത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു.
ഈ ഉപഭൂഖണ്ഡത്തിലെ സംഘർഷങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് ആൻഡ് റീകൺസിലിയേഷൻ എന്ന കൃതി പരസ്പര ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന സാംസ്കാരിക വീണ്ടെടുപ്പുകൾക്കായുള്ള ഒരു സജീവവാദമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഔറംഗസേബിൻ്റെ കാലം മുതൽ മൗണ്ട് ബാറ്റൻ്റെ കാലം വരെയുള്ള പഞ്ചാബിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം എക്കാലത്തെയും നല്ല ഒരു റെഫറൻസ് ഗ്രന്ഥമായിരിക്കും. പാകിസ്ഥാനിൽ ഈ കൃതിക്ക് കിട്ടിയ പ്രതികരണം തന്നെ അവിശ്വസനീയമാണ്. എന്നും എപ്പോഴും എന്ന പോലെ മോഹൻ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റുന്ന ജീവിത പരിസരങ്ങളെക്കാൾ ഉയരമുള്ള ഒരാളാണ്. ഹ്രസ്വകാലത്തേക്ക് ജീവിക്കാനല്ല ജീവിതം രാജ്മോഹനെ പ്രാപ്തനാക്കിയത്, ഹ്രസ്വചക്രവാളങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കി ജീവിക്കുവാനാണ്. രാജ്മോഹൻ ഗാന്ധിക്ക് ഓഗസ്റ്റ് 7-ാം തീയതി 90 വയസ്സായി. 90-ാം പിറന്നാളിന് രാജ്മോഹൻ ഗാന്ധിയുടെ അനിയൻ ഗോപാൽകൃഷ്ണ ഗാന്ധി വി ആർ വൺ ഹ്യൂമാനിറ്റി എന്ന വെബ് മാഗസീനിൽ ചേട്ടന് പിറന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പിൻ്റെ മലയാള പരിഭാഷയാണ് ദില്ലി ദാലിയുടെ ഈ ലക്കത്തിൽ നിങ്ങൾ കേട്ടത്. രാജ്മോഹൻ ഗാന്ധിക്ക് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ പിറന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ.